നാടിനെ അഭിമാനമായി മാറി മട്ടന്നൂർ നഗരസഭയുടെ ബഡ്സ് സ്കൂൾ. പഴശ്ശിരാജ മെമ്മോറിയൽ ബഡ്സ് സ്പെഷ്യൽ സ്കൂൾ സംസ്ഥാന പുരസ്കാരം നിറവിൽ. കുടുംബശ്രീ മിഷന്റെ സംസ്ഥാന പുരസ്കാരമാണ് സ്കൂളിന് ലഭിച്ചിരിക്കുന്നത്. പുരസ്കാര നേട്ടത്തിൽ നഗരസഭാ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സ്കൂളിലെത്തി കേക്ക് മുറിച്ച് ആഘോഷിച്ചു. സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി നഗരസഭയിലെ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ നമ്മളിവിടെ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോ നിങ്ങളുടെയും നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെയും നല്ല ഇടപെടൽ കൊണ്ടാണ് നമുക്ക് ഈ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. നിങ്ങളെ പ്രിൻസിപ്പളും അതുപോലെ തൃശ്ശൂരിൽ വളരെ കഷ്ടപ്പെട്ടു പോയിട്ടാണ് വിദ്യാലയത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. ട്രെയിൻ ടിക്കറ്റ് പോലും ഉണ്ടായിരുന്നില്ല, നിൽക്കാൻ വരെ സ്ഥലം ഉണ്ടായിട്ടില്ല. അങ്ങനെ കഷ്ടപ്പെട്ടു പോയി പ്രസന്റേഷൻ നടത്തി. അതിനെ മുഖ്യമന്ത്രി ആരാണ് പിണറായി വിജയൻ നമ്മുടെ രജനി ടീച്ചറും ഇവിടുത്തെ ജീവനക്കാരെല്ലാവരും കൂടി പോയി വാങ്ങിക്കും കേട്ടോ. അപ്പൊ ആ ദിവസം അവര് ആ സാധനമായി വന്നിട്ടാകുമ്പോ നമുക്ക് നിങ്ങൾക്കും എല്ലാം കൂടി വലിയ സ്വീകരണം നമ്മൾ ഒരുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് നിങ്ങൾക്കുള്ള ഈ സന്തോഷത്തിൽ പങ്കുചേരാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ സെക്രട്ടറി ഓയിസ്ക ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഭിന്നശേഷി കുട്ടികളുടെ പരിപാലന കേന്ദ്രം നടത്തിക്കൊണ്ടുപോകാൻ പ്രയാസമറിയിച്ചതിനെ തുടർന്ന് 2014 മുതൽ മട്ടന്നൂർ നഗരസഭ ഏറ്റെടുത്ത് പ്രവർത്തിച്ചു വരികയാണ്. ആദ്യം പഴശ്ശി സ്മൃതി മന്ദിരത്തിന് സമീപത്തുള്ള പഴയ സാംസ്കാരിക നിലയത്തിൽ പ്രവർത്തിച്ച ബഡ്സ് സ്കൂൾ ഇപ്പോൾ ആധുനിക സൗകര്യത്തിലുള്ള കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഭിന്നശേഷിക്കാരായ നിരവധി കുട്ടികൾക്ക് മികച്ച പരിശീലനം നൽകുന്ന കേന്ദ്രമായി ഈ സ്കൂൾ മാറുകയുണ്ടായി. സംസ്ഥാന സർക്കാർ മോഡൽ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെൻ്ററായി ഈ സ്ഥാപനത്തെ മാറ്റാൻ തീരുമാനിച്ചതോടെ നഗരസഭ സ്ഥലം ഏറ്റെടുക്കുകയും കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ 6 കോടി രൂപ ചെലവിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. 2025 ജനുവരി മുതൽ ഈ കെട്ടിടത്തിലാണ് ബഡ്സ് സ്കൂൾ പ്രവർത്തിച്ചു വരുന്നത്. 65 വിദ്യാർത്ഥികളും 10 ജീവനക്കാരുമാണ് ഇവിടെ ഉള്ളത്. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്ന ഫണ്ടും ബഡ്സ് സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി മുഖാന്തരം ലഭിക്കുന്ന സഹായങ്ങളും സർക്കാരിൻ്റെ ഗ്രാൻറ്റും ഉപയോഗപ്പെടുത്തിയാണ് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഏറെ ആശ്വാസമാവുകയാണ് ഈ കേന്ദ്രം. രക്ഷിതാക്കൾക്കായി തൊഴിൽ പരിശീലനം ഉൾപ്പെടെ കേന്ദ്രത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചു വരുന്നു. 5 ലക്ഷം രൂപ വില വരുന്ന പുതിയ തെറാപ്പി ഉപകരണങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞു. പ്രയാസമനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് താങ്ങാവുകയാണ് ഈ സ്ഥാപനം. നാട്ടുകാരുടെയും അഭ്യുദയകാംക്ഷികളുടെയും നിർലോഭമായ സഹകരണമാണ് സ്ഥാപനത്തിൻ്റെ പുരോഗതിക്ക് അടിസ്ഥാനമെന്ന് നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്തും പ്രിൻസിപ്പൽ സി രജനിയും പറഞ്ഞു. സമീപ പഞ്ചായത്തുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾക്കായി പ്രത്യേക വാഹന സൗകര്യവും നഗരസഭ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ തന്നെ ആദ്യത്തെ ഭിന്നശേഷി കുട്ടികളുടെ ബാൻഡ് ട്രൂപ്പും ഈ വിദ്യാലയത്തിൻ്റെതാണ്. കുടുംബശ്രീ നേതൃത്വം നൽകുന്ന താലോലം ബഡ്സ് കലോത്സവത്തിൽ ജില്ലാതലത്തിൽ എല്ലാ വർഷവും റണ്ണേഴ്സപ്പ് ആയിരുന്ന പഴശ്ശിരാജ ഈ കഴിഞ്ഞ കലോത്സവത്തിൽ ജില്ലയിൽ 1ാം സ്ഥാനക്കാരായി. സംസ്ഥാന തലത്തിലും നിരവധി വിജയങ്ങൾ നേടാൻ പഴശ്ശിരാജയിലെ കുട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ മാസം 17 തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയിൽ നിന്നും ബഡ്സ് പുരസ്കാരം ഏറ്റുവാങ്ങും. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.